ഓരോ എൻട്രി ഹോളിവുഡ് പടം പോലെ ഉണ്ട്. പൃഥ്വിരാജിന്റെ ഡയറക്ടിങ് ട്രെയിലറിൽ എങ്ങനെ കണ്ടു ലൂസിഫറിനെക്കാട്ട് കുറച്ചുകൂടെ അടിപൊളിയായിട്ടുണ്ട്. ഈ ഒരു മോഹൻലാലിനാണ് ലൂസിഫറിനെ അടിപൊളിയായി. സൂപ്പറാണല്ലേ? ഒന്നും നോക്കാനില്ല, വേറെ ലെവല് പടം. അടിപൊളിയാണ് സിനിമ. ലാലേട്ടനെ ഞങ്ങൾ ഉദ്ദേശിച്ച പോലെ കൺകുളിർക്ക് തന്നെ കാണാൻ പറ്റി. പിന്നെ മേക്കിംഗ് ഒന്നും ഒരു രക്ഷയില്ല. ലാലേട്ട ഇൻട്രോസിനൊക്കെ രോമാഞ്ച സീൻ അടിപൊളി. എല്ലാം പൃഥ്വിരാജിന്റെ ഡയറക്ടർ കഴിവ് നമുക്ക് അറിയുന്നുണ്ട്. ഇനി അടുത്തതിൽ ഇതിനേക്കാളും സൂപ്പർ ആവും നമ്മൾ വിചാരിക്കുന്നത്. അപ്പൊ ഈ വർഷം മോഹൻലാലിനാണ്. ഈ വർഷം ലാലേട്ടൻ എന്തായാലും തൂക്കം ഉറപ്പാണ്. ബ്രോ എങ്ങനെ സിനിമ കാണാൻ? പടം അടിപൊളി, ഒരു രക്ഷയില്ല. എങ്ങനെ മോഹൻലാൽ എങ്ങനെയാണ്? സെറ്റാണ്. ഈ വർഷം മോഹൻലാലിലാണ്. ഈ വർഷം മോഹൻലാൽ കൊണ്ടുപോയി. പൃഥ്വിരാജ് ഡയറക്ടറായിട്ട് അടിപൊളി. ട്രെയിലറിൽ കണ്ടതിനെക്കാട്ടിയൊക്കെ അടിപൊളിയാണല്ലോ. സിനിമ നല്ല പടമാണ്. നല്ല, അതായത് തള്ളി മറിച്ചു അല്ലെങ്കിൽ എന്തെല്ലാം വലിയ ഹൈപ്പോടെ വരുന്നു എന്നാണ് പടം പറഞ്ഞത്. അപ്പൊ ആ ഹൈപ്പിന് നമുക്ക് നമ്മുടെ മലയാള സിനിമയിൽ അത് നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് ചോദിച്ചാൽ കഴിഞ്ഞിട്ടുണ്ടെന്ന് തന്നെ പറയാം. ഇനിയിപ്പോ എന്റെ അഭിപ്രായത്തില് ഒരു കുറച്ച് റെക്കോർഡുകളൊക്കെ ഇതുവരെ നമ്മുടെ ലിയോ ആയിരുന്നു വിജയുടെ പടം. അപ്പോൾ അതൊക്കെ ഇനി ചിലപ്പോൾ ഒരു പഴങ്കഥയായി മാറാൻ ചാൻസ് ഉണ്ട് ഈ പടത്തോടെ. നന്നായിട്ട് ഇനിയിപ്പോ ഇത് മൂന്നാം ഭാഗവും കൂടി നമുക്ക് പ്രതീക്ഷിക്കാം. അതാണ് പറയാനുള്ളത്. ക്ലൈമാക്സ് അതേപോലെ ഒരു സസ്പെൻസ് വില്ലനുണ്ട് പറഞ്ഞല്ലോ. ആരായിരിക്കും? അമീർ ഖാനാണോ ഷാറുഖ് ഖാനാണോ? പല ചർച്ചകളും നടന്നിട്ടുണ്ട്. ഇവരൊന്നുമല്ല, പക്ഷെ ആ വില്ലൻ പൊളിച്ചു. അത്രയും പറയാം. ഓക്കെ.